ചെറുപ്പക്കാരോ, ഇന്നത്തെ ദിവസം സ്വന്തം ഉമ്മയോട് നല്ലതുപോലെ സംസാരിച്ചിട്ടുണ്ടോ? സ്വന്തം ബാപ്പയോട് നല്ലതുപോലെ സംസാരിച്ചിട്ടുണ്ടോ? ചെറുപ്പക്കാര് വന്നുകൊണ്ട് റസൂലുള്ളാഹിയോട് പറയുമ്പോ ഒരിക്കലും കളവ് പറയാത്ത റിസാലത്തിന്റെ ചുണ്ടിലൂടെ കടന്നു വന്നത് അത് നിസ്കാരമാണ്, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞപ്പോ അതിൽപ്പെട്ടൊരു ചെറുപ്പക്കാരെ ഓടിപ്പോയിട്ട് ഉമ്മയോട് പറയുന്നു, ഉമ്മ ഇന്നലെ വരെ നിങ്ങളെ ഞാൻ കുറ്റം പറഞ്ഞിരുന്നല്ലോ, ഇന്നലെ വരെ നിങ്ങളെ ഞാൻ ആക്ഷേപിച്ചല്ലോ, അതുകൊണ്ട് ഇന്ന് മുതൽ ഞാനത് മാറ്റാൻ പോവുകയാണ്, അത് തിരുത്താൻ പോവുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിസ്കരിച്ചുകൊണ്ട് ദുആരക്കാനാണ്, നിസ്കരിച്ചുകൊണ്ട് ദുആരക്കാനാ. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞത്, അലം നശ്റഹ് ലക സദ്റക വവളഅനാ وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ചെറുപ്പക്കാരാ, വെള്ളിയാഴ്ച പടച്ചവന്റെ പള്ളിയിലേക്കൊന്ന് കടന്നു പോയാൽ പോലും അവിടെ ഇമാമ സലാം വീട്ടുമ്പോ വളരെ പെട്ടെന്ന് മൊബൈലും എടുത്ത് പിടിച്ചുകൊണ്ട് വെളിയിലേക്ക് ഓടി ഉറങ്ങും എന്റെ യുവത്വമേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ഖുർആൻ ഓതിയിട്ട് പറഞ്ഞത് നിസ്കാരം കഴിഞ്ഞിട്ട് മോടം തട്ടി ഇറങ്ങി ഓടാനല്ല. ഇരിക്കേണ്ട ചെറുപ്പക്കാരോ, അതേ തലത്തിരുന്നുകൊണ്ടൊന്ന് ദ്വാരക്കാരാ. നിന്റെ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞ ഒന്ന് ഉഷാറായിട്ടിരിക്കേണ്ട ചെറുപ്പക്കാരാ. എന്നിട്ട് റബ്ബിക ഫർഗബ്, ജീവിതത്തിന് ആവശ്യമുള്ളതൊക്കെ ചോദിച്ചു കൊള്ളുക. എത്രയോ പ്രഭാഷണങ്ങളുടെ സദസ്സിലേക്കൊന്ന് കടന്നു പോകുമ്പോ ചുറുചുറുക്കുള്ള ആരോഗ്യമുള്ള കാണാൻ നല്ല സുന്ദരന്മാരായ ചുണക്കുട്ടന്മാരായ ചെറുപ്പക്കാര് കടന്നു വന്നിട്ട് പറഞ്ഞു പോകുന്നത് കേട്ട് മനസ്സ് തകർന്നു പോകേണ്ട യുവത്വമേ. ഉസ്താദേ, ജോലിയില്ലാതെ കഷ്ടപ്പെടുകയാ, ജോലിയില്ലാതെ കഷ്ടപ്പെടുകയാ. ഇന്റർവ്യൂവിനൊക്കെ അവർ വിളിച്ചിട്ടുണ്ട്, പക്ഷേ അതിനകത്ത് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിക്കുന്നില്ല. അതുപോലെ മാരകമായ രോഗമാണെന്ന് പറഞ്ഞുകൊണ്ട് എത്ര ചെറുപ്പക്കാരാ. എന്തേ അല്ലാഹു നമുക്ക് മാരകമായ രോഗം തന്നു മോനെ. പടച്ചവനെ മതിമറന്നുകൊണ്ട് മലീമസമാകുന്ന ജീവിതത്തിലൂടെ കടന്നു പോയപ്പോ പടച്ചവന്റെ പരിശുദ്ധമായ പരിപാവനമായ പള്ളികളുടെ മിനാരങ്ങളിലൂടെ അല്ലാഹു അക്ബർ എന്നുള്ള പരിശുദ്ധമായ ദ്വാങ്ങിന്റെ ധ്വനിയൊന്ന് മുടങ്ങി കേൾക്കുമ്പോ വഴിയോരത്തുകൂടെ ചർച്ചകൾ ചെയ്ത് സംസാരിച്ചുകൊണ്ട് അതുവരെ വാട്സപ്പിലും ഫേസ്ബുക്കിലുമായി കളിച്ചിരുന്നെങ്കിൽ പോലും ആ സമയത്ത് വാട്സപ്പ് ഓഫാക്കി പള്ളിയുടെ മുമ്പിലൂടെ അവിടെ നിന്ന് മാറിപ്പോന്ന ചെറുപ്പക്കാരാ. മാറ്റാൻ സമയമായ എന്റെ പൊന്നുമോനെ. അല്ലാഹുവല്ലേ നിന്നെ നോക്കുന്നത്. ഇവിടെ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മുഹമ്മദ് ഫൈസി ഉസ്താദ് അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണമല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ അർത്ഥം വെച്ചല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാൻ. ഈ ലോകത്ത് വെച്ച് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന അല്ലാഹ് അർ റഹീം. ഈ ലോകത്ത് വെച്ച് വഴിപ്പെട്ടവർക്കും മാത്രം നാളെ പാരത്രികമായ ലോകത്ത് ഗുണം ചെയ്യുന്ന അല്ലാഹ്. ചെറുപ്പക്കാരാ, നമ്മൾ വിചാരിക്കുന്ന എന്താ? അല്ലാഹു നമുക്ക് ഭക്ഷണം തരുന്നല്ലോ, അല്ലാഹു നമുക്ക് ആരോഗ്യം തന്നല്ലോ, അല്ലാഹു നമുക്ക് ഇഷ്ടമാണല്ലോ എന്നൊരു പക്ഷേ ചിന്തിച്ചുണ്ടാകാ. കഴിഞ്ഞുപോലെ ആവടി മണ്ണാകുന്ന കബറിന്റെ ഉള്ളില് നിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, നിന്റെ ബാപ്പയും നിന്റെ ഉമ്മയൊക്കെ നിന്റേതായിട്ടുള്ള കബറിന്റെ ഉള്ളിലേക്ക് നിന്നെ കൊണ്ടുവച്ച പിന്നെ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ചെറുപ്പക്കാരാ. അതുകൊണ്ട് വരുന്നതാ ഇന്ന് ശനിയൊരു ദാരിമയുടെ ശബ്ദം ശ്രമിക്കുന്ന ചെറുപ്പക്കാരാ, മനസ്സുകൊണ്ടൊന്ന് നിയ്യത്ത് ചെയ്യുക. പടച്ചറബേ, നാളത്തെ സുബഹി നിസ്കാരത്തിന് വേണ്ടി പടച്ചവന്റെ പള്ളികളിലൂടെ ബാങ്കിന്റെ ധ്വനിയെന്ന് മുഴങ്ങി കേട്ടാൽ എന്റെ ഉമ്മയോട് പറയുകയാണ്, ഉമ്മ എന്നെ വിളിക്കണമമ്മ എന്ന് പറഞ്ഞിട്ട് വിളിവെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് ഓടി വന്നുകൊണ്ട് അവിടെ നിന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ആ സുബഹി നിസ്കാരം കൂടെ കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ദുആ രക്കുകയാണ്. അല്ലാഹ്
ജോലിയില്ല അല്ലാ, രോഗമാണ് അല്ലാ, പ്രയാസമാണ് അല്ലാ. ഖുർആൻ പറഞ്ഞത് ഫഇദാ ഫറഗ്ത ഫൻസബ്, നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞിട്ട് ഓടാനല്ല, എന്നിട്ട് അവിടെ ഇരിക്കും. ഫൻസബ്, ഒന്ന് ഉഷാറായിട്ട് ഇരുന്നിട്ട് വഇലാ റബ്ബിക ഫർഗബ്, നിനക്ക് ജീവിതത്തിൽ എന്തൊക്കെ ആഗ്രഹമുള്ളത്, ഏതൊക്കെ കാര്യങ്ങളാണ് നിനക്ക് ആഗ്രഹമുള്ളത്, ആ ആഗ്രഹമുള്ള മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ചോദിക്കാനാണ്. അള്ളാന്റെ ഖുർആനല്ലേ നമ്മളോട് പറഞ്ഞത്. ഇത് പറഞ്ഞത് ആരാ? നിസാരക്കാരനാണോ? ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ രോഗത്തിൽപ്പെട്ടിട്ട്. എത്രയോ യുവാക്കൾ എനിക്കറിയാം. ഈ വാളിന്റെ സദസ്സിൽ പോകുമ്പോ കാണാൻ നല്ല ഭംഗിയുള്ള മൊഞ്ചുള്ള ചെറുപ്പക്കാർ വന്നിട്ട് ഉസ്താദെ, ക്യാൻസറിന്റെ അംശം എന്റെ ശരീരത്തുണ്ട്, ദുആരക്കണം. ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി. അല്ലാഹുവിനെ മറക്കുമ്പോ അല്ലാഹു പരീക്ഷണങ്ങൾ തരും, മാരകമായ രോഗം അല്ലാഹു തരും. സുബ്ഹാനല്ലാഹ്. അധികം ചെറുപ്പക്കാർ ഇപ്പോ ഈ തൊട്ടടുത്തിന് ഒരു സദസ്സിൽ 3 ചെറുപ്പക്കാർ, വല്ലാഹി അല്ലാഹുവേ, ഇതിപ്പോ ലൈവായിട്ട് ഒരുപക്ഷെ ആ ഒരു യുവാക്കൾ കേൾക്കുന്നുണ്ട്, എന്നോട് പറഞ്ഞു ഉസ്താദെ ആത്മാർത്ഥമായിട്ട് ദുആരക്കണം. ഞങ്ങൾ ആമീൻ പറയാം. അല്ലാഹു ആ 3 ചെറുപ്പക്കാർക്ക് എന്ത് രോഗമാണോ അല്ലാഹുവേ ആ രോഗത്തിന് നീ ശിഫാ നൽകണേ. എല്ലാവരും ഉറക്കെ പറഞ്ഞ് ശിഫാ നൽകണേ റഹ്മാനെ. ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരി, ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ അവരെന്നോട് പറഞ്ഞു പൊട്ടിക്കരഞ്ഞിട്ട്, ഉസ്താദെ റബ്ബിനെ ഞങ്ങൾ ഓർക്കാറില്ല, മറന്നുപോയി. ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പിന്റെ പിന്നാമ്പറങ്ങളിലൂടെ കൂട്ടുകാരെ വെച്ചുകൊണ്ട് വഴിതെറ്റിയിട്ട് കലങ്ങി മറിഞ്ഞുകൊണ്ട് കടന്നു പോകുമ്പോ പടച്ചവന്റെ പള്ളിയെ നമ്മളൊരു വീടിന്റെ അത്ര പോലും കാണാൻ നമ്മൾ അവിടെ നിന്ന് ആഗ്രഹിച്ചിട്ടില്ല. വഴിയോരത്തുള്ള ഏതോ ഒരു വീട് പോലെ പള്ളിയെ കണ്ടപ്പോ അള്ളാഹു നമ്മളെ പരീക്ഷിച്ചു. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എന്റെ ചെറുപ്പക്കാർക്ക് ഇപ്പൊ അള്ളാഹു ഇപ്പൊ രോഗം തന്നിട്ടില്ല. രോഗം തരാതിരിക്കാൻ, വിഷമം തരാതിരിക്കാൻ നിസ്കരിക്കിൻ. എന്തിനാ? റസൂലുള്ളാഹിന്റെ കാലഘട്ടം കഴിഞ്ഞ് ഒരു സ്വഹാബി വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ, ഒരു ചുറുചുറുപ്പുള്ള കിതാബുകൾക്ക് 22 വയസ്സിന് താഴോട്ടേ ഉള്ളൂ. അങ്ങനത്തെ ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ശരീരമാസകലം ചൊറി പിടിച്ചിട്ട് പൊട്ടി ഒലിക്കുന്നുണ്ട്, പരിഹാരമില്ല. ഒരുപാട് മരുന്നുകൾ ചെയ്തു, ഒരുപാട് മരുന്ന്, പക്ഷെ മാറണില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിനക്ക് ഞാൻ ഒരു മരുന്ന് പഠിപ്പിച്ചു തരാം, ആ ഒരു മരുന്ന് നിനക്ക് ചെയ്യാൻ പറ്റും, അള്ളാഹു നിന്റെ രോഗത്തിനെ മാറ്റും. ശരി തങ്ങളെ, ഞാൻ ചെയ്യാം. അവിടുന്ന് പറഞ്ഞു, നാളെ മുതൽ സുബഹി നിസ്കാരത്തിന് വായോ, നാളെ മുതൽ സുബഹിക്ക് പങ്കെടുത്തോ. ആ സുബഹി നിസ്കാരം അള്ളാഹു എല്ലാ രോഗത്തിനുമുള്ള ചികിത്സയാക്കി അള്ളാഹു നിനക്ക് തരും. ചെറുപ്പക്കാരൻ എല്ലാ സമ്പത്തും വാരിയെറിഞ്ഞു. പിന്നെ ഒരുപാട് വയോവൃദ്ധന്മാരുടെ അടുക്കലൊക്കെ കടന്നുപോയി, അതുപോലെ വൈദ്യന്മാരുടെ അടുക്കൽ കടന്നുപോയി, ഒക്കെ ചികിത്സിച്ചിട്ടും ഒരു മാറ്റമില്ല. തന്റെ സമ്പത്തൊക്കെ അങ്ങനെ ചിലവഴിച്ചു. അബൂബക്കർ, ഇനി ഒന്നുമില്ല, ഇനി ഉള്ളത് ഈ ഒരു പെട്ടി ഈത്തപ്പഴമാണ്, ഇത് അവിടത്തേക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാ, ഇനി എനിക്ക് എവിടെയും പോകാൻ വയ്യ, ഒന്ന് പറയണം. പറഞ്ഞു, മോനെ, നാളെ മുതൽ സുബൈക്ക് നീ അള്ളാന്റെ പള്ളിയിൽ വന്നോ, നാളെ മുതൽ സുബൈക്ക് പടച്ചവന്റെ പള്ളി വന്നോ. ഈ ഒരൊറ്റ മരുന്ന് ചെറുപ്പക്കാർ പഠിക്കാൻ പറയാൻ ഈ ഒരൊറ്റ മരുന്നേ കൊടുത്തിട്ടുള്ളൂ. ഓടുകയാണ്. ഓടി അവിടെ നിന്ന് കടന്നുപോയവിടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിലേക്ക് അവിടെ വന്നുകൊണ്ട് സുബഹി നിസ്കരിക്കുകയാ. ഒരാഴ്ചക്കാലം ആ ചെറുപ്പക്കാരൻ നല്ലതുപോലെ നിസ്കരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഓടി വരികയാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മുമ്പിൽ. ഓടി വരുമ്പോ തന്റെ ഷർട്ട് അവിടെ മൂടി കയ്യിൽ പിടിച്ചിരിക്കുകയാ. വന്നിട്ട് പറഞ്ഞ, അബൂബക്കറേ, അൽഹംദുലില്ലാഹ്, ഇതുപോലത്തെ ഒരു മരുന്ന് ഞാൻ കണ്ടിട്ടില്ല. നോക്കുതങ്ങളെ, എന്റെ മുതുകത്തിപ്പോ പാടുമാത്രമേ ഉള്ളൂ, ചെറുകളില്ല, ചലങ്ങളില്ല, പുഴുക്കളില്ല, എല്ലാം കുറഞ്ഞു പോയിരിക്കുകയാ എന്നവിടന്ന ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ പറഞ്ഞു പോയെങ്കില് ഇന്നീ ഒരു കാലഘട്ടത്തിൽ ചെറുപ്പക്കാരാ, പടച്ചവനെ ഓർക്കുന്നതിൽ നിന്നും നമ്മുടെ കൂട്ടുകാർ നമ്മളെ വലിച്ചു വെച്ചുകൊണ്ട് കടന്നു പോകുമ്പോ മോടി പുതച്ച് കിടന്നിറങ്ങുന്ന സമയത്ത് എയർപോർട്ടിലേക്കൊന്ന് കടന്നു പോകണമെങ്കിൽ അലാറം വെച്ചിട്ട് ചാടിയേക്കുന്ന ചെറുപ്പക്കാരാ, ഇന്റർവ്യൂവിന് വിളിക്കുമെന്നറിഞ്ഞ ആരോടെങ്കിലും വിളിക്കണമെന്ന് ഏർപ്പാട് ചെയ്യുന്ന ചെറുപ്പക്കാരാ, എന്തേ പടച്ചവന്റെ പള്ളിയിലേക്കൊന്ന് പോകാ, നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ വിളിക്കാൻ കഴിയുന്നില്ല. ആരൊക്കെയോ എന്തിനൊക്കെയോ വേണ്ടി സമയങ്ങൾ കൊന്നുകളയുമ്പോ
അതിനോടൊപ്പം എല്ലാം ചേർന്നു പോകുന്ന എന്റെ കൂട്ടുകാരാ, സ്നേഹമുള്ളത് കൊണ്ട് പറയാ, ഇന്നതാ സിനിമാ ലോകത്തിന്റെ പിന്നാമ്പറങ്ങളിലൂടെ കടന്നു പോകുമ്പോ കൂട്ടുകാരെ വിളിച്ചിട്ട് പറയാറുണ്ടല്ലോ, പൊന്നുമോനെ നിനക്ക് വാഹനമുണ്ട്, അതുകൊണ്ട് നീ എന്നോടൊപ്പം ഒന്ന് കടന്നു വന്നു, നിനക്കുള്ള ടിക്കറ്റ് ഞാൻ എടുത്തു തരാ എന്ന് പറഞ്ഞുകൊണ്ട് സംഘമായിട്ട് നിങ്ങൾ ആദരിക്കുന്ന ഒരു മനുഷ്യന് ഞാൻ കുറ്റം പറയുകയല്ല, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരാളെ ഞാൻ ആക്ഷേപിക്കുകയല്ല. ചെറുപ്പക്കാരാ, ഇന്ന് സിനിമാലോകങ്ങളൊന്ന് പൊടിപിടിക്കുമ്പോ അതിന്റെ പിന്നാലെ കൂട്ടം കൂട്ടമായി സംഘം ചേർന്നുകൊണ്ട് കടന്നു പോകുമ്പോ ഈ വാട്സപ്പിലൂടെ തൊട്ടടുത്തെന്റെ ചെറുപ്പക്കാര് കണ്ടതാണല്ലോ, പടച്ചവനെ പോലും മതിമറന്നുകൊണ്ട് ഒരു പാർട്ടിക്കാര് മറ്റൊരാൾക്ക് വേണ്ടി എവിടെ നിന്ന് വിളിച്ചു പറയാ ഇത്രയും കോടികൾ ചിലവഴിച്ച സിനിമയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാഗ്വാദം അവിടെ നിന്ന് മുടക്കുമ്പോ അവിടെ നിന്ന് ഓരോരുത്തർക്ക് വേണ്ടി ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് നാണം കെട്ട ചെറുപ്പക്കാരായി മാറിപ്പോയിട്ട് എന്റെ യുവത്വമേ തിയേറ്ററുകളുടെ ഉള്ളിലേക്കൊന്ന് കടന്നു പോകാ. ഈ തൊട്ടടുത്ത പത്രത്തിലൂടെ വായിച്ചില്ലേ ചെറുപ്പക്കാരാ, സാജിദെന്ന് പറയുന്ന മുസ്ലിം പേരുള്ള പടച്ചവനിക്ക് സുജൂദ് ചെയ്യുക എന്നുള്ള പേരുള്ളൊരു ചെറുപ്പക്കാരന്റെ കഥ എന്റെ ഇവിടെ ഇരിക്കുന്ന കൂട്ടുകാർ വായിച്ചവരാണല്ലോ. ഏതോ ഒരു ചെറുപ്പക്കാരന്റെ സിനിമ കാണാ വെട്ടും വെട്ടുമുണ്ടാക്കിയിട്ട് തിയേറ്ററിന്റെ ഉള്ളിലേക്ക് അതിക്രമിച്ചു കയറി പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്ന വാർത്ത നമ്മൾ വായിച്ചതാണല്ലോ. ഇതൊരു മുസ്ലിം ചെറുപ്പക്കാരന്റെ കഥയാ. പൊന്നുമോനെ, അല്ലാഹു നിനക്ക് ആരോഗ്യം തന്നതിനാണ്, മറ്റൊരാൾക്ക് വേണ്ടി ജീവൻ പണയാനാണ്. ജീവൻ കൊടുക്കേണ്ടെന്ന് ആർക്കെന്നറിയോ? ഒരിക്കലും കളവ് പറയാതെ അല്ലാഹുവിന്റെ സ്വർഗീയ ലോകത്തിലേക്ക് നിന്നെ കൈപിടിച്ചുകൊണ്ട് കടന്നു പോകാ. വെള്ളം ദാഹിച്ചുകൊണ്ട് കടന്നു വരുമ്പോ പരിപാവനമായ ഹൗദുൽ കൗസറിന്റെ വെള്ളം മേടിച്ചിട്ട് നിനക്ക് വേണ്ടി തരാന് കാത്തിരിക്കുന്ന അനുരാഗത്തിന്റെ അലമാലകളുടെ ആവിഷ്കാരങ്ങളുടെ അന്തസത്തകൾ മുഴുവൻ ആർജവത്തോടെ ആലിംഗനം ചെയ്ത ലോകത്തിന്റെ ഗുരുവേ മുഹമ്മദ് മുസ്തഫ ആ റസൂലുള്ള പറഞ്ഞു, മോനെ കടന്നു പോവുക പള്ളിയിലേക്ക്. എന്തേ അതിനുവേണ്ടി തിക്കില്ലാത്തത്? എന്തേ ചെറുപ്പക്കാരാ അതിനുവേണ്ടി കൂട്ടുകാരെ ഒരുമിച്ച് കൂട്ടാത്തത്? എന്തേ ചെറുപ്പക്കാരാ അതിനുവേണ്ടി പടച്ചവന്റെ പള്ളിയിലേക്കൊന്ന് പോയിട്ട് ഒന്നെടുത്തുകൊണ്ട് കടന്നു വരാ ആവേശം കാണിക്കാത്തത്? എന്തേ ചെറുപ്പക്കാരാ? അതുകൊണ്ട് നിനക്ക് മരുന്നായി അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്തത് അത് നിസ്കാരമാണ്. ഇത് വെറുതെ ബടായിത്തരം പറഞ്ഞല്ല, വെറുതെ അല്ലെങ്കിൽ മൈക്ക് നല്ല ഉഷാറായത് കൊണ്ട് വാളിന്റെ പൊലിപ്പത്തിന് വേണ്ടിയിട്ട് പറഞ്ഞല്ല.